ഹലോ ഫ്രണ്ട്സ്, ചോറിലേക്ക് കൂട്ടാൻ കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് നമ്മളെ തക്കാളിക്കറി. വേറൊരു കറിയും വേണ്ട, ഈ തക്കാളി കറി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള 2 തക്കാളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 തക്കാളിയും അതുപോലെ തന്നെ 2 സബോള, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല കുഴമ്പ് പരുവത്തിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വെന്ത് വന്ന തക്കാളിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് 2 മിനിറ്റ് അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.